ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഈ ക്ലാസ് എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും എനിക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിർനിമേഷമായി നിൽക്കാം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അനിൽ വെള്ളത്തോളാണ്. അനിൽ വെള്ളത്തോൾ എഴുതിയ നോവലാണ് നിർനിമേഷമായി നിൽക്കാം. ഇത് ആരെക്കുറിച്ച് എഴുതിയ നോവലാണ്? മഹാകവിയായ വെള്ളത്തോളിനെ കുറിച്ച് എഴുതിയ നോവലാണ് നിർനിമേഷമായി നിൽക്കാം. അത് എഴുതിയതാരാണ്? അനിൽ വെള്ളത്തോൾ. ആരെക്കുറിച്ചിട്ടുള്ളതാണ്? മഹാകവിയായ വെള്ളത്തോളിനെ കുറിച്ചിട്ടുള്ളതാണ്. 2025 മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് 2025 മാർച്ചിൽ കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായത്. അഞ്ജു രതി റാണ. വൈക്കം ഗാന്ധിജി സന്ദർശിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 100 വർഷമായി. വൈക്കം ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ചിലാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എപ്പോഴാണ്? 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചതോ 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-നാണ്. അപ്പം വൈക്കം ഗാന്ധിജി സന്ദർശിച്ചിട്ട് ഇപ്പോൾ 100 വർഷമായി. 1925 മാർച്ചിലാണ് ഗാന്ധിജി വൈക്കം സന്ദർശിച്ചത്. പത്മശ്രീ ലഭിച്ച ഏക തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണനാണ്. പത്മശ്രീ ലഭിച്ച ഏക തെയ്യം കലാകാരൻ EP നാരായണനാണ്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യം ഏതാണ്? ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യമാണ് ഇക്സോറ ഗാഡ്ലിയാന. ഇക്സോറ ഗാഡ്ലിയാനയാണ് എവിടെ നിന്ന് കണ്ടെത്തിയത്? ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം. പശ്ചിമഘട്ടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഗാഡ്ഗിൽ. അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു സസ്യത്തിന് ഇക്സോറ ഗാഡ്ലിന എന്ന പേരിട്ടത്. ഇത് എവിടെയാണ് കണ്ടെത്തിയത്? ഉറുമ്പിക്കര മലകളിൽ നിന്ന്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലെ ഉറുമ്പിക്കര മലകളിൽ നിന്നാണ് ഇക്സോറ ഗാഡ്ലിന കണ്ടെത്തിയത്. ഗാഡ്ഗിലിൻ്റെ ഓർമ്മാർത്ഥമാണ് ഇതിന് ഇക്സോറ ഗാഡ്ലിന എന്ന് നമ്മൾ പേരിട്ടത്. അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാരാണ്? സുനിൽ ഛേത്രയാണ്. സുനിൽ ഛേത്ര എന്താണ്? അടുത്തിടെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. 2025 മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് ആർക്കാണ്? നരേന്ദ്ര മോദിക്കാണ്. 2025 മാർച്ചിൽ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് ലഭിച്ചത് നരേന്ദ്ര മോദിക്കാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 വേദി ഏതാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ഏതിൻ്റെ വേദിയാണ്? ലോക സുസ്ഥിര വികസന ഉച്ചകോടിയുടെ വേദിയാണ് 2025 വേദിയാണ് ന്യൂഡൽഹി. കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ടെക്നോ പാർക്കാണ്. കേരള പോലീസിൻ്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ടെക്നോ പാർക്ക്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മെറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഏത് സ്ഥാനത്തേക്കാണ്? വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ്. എന്തിൻ്റെ? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മറൈൻ എയ്ഡ്സ് ടു നാവിഗേഷൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എന്താണ് നിലവിൽ വരുന്നത്? ഉരുക്കുപാലം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത 48 ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നതാണ് എവിടെ? ഗുജറാത്തിൽ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. എന്താണ്? ഏത് മന്ത്രാലയമാണ് ആരംഭിച്ചത്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. എന്ത് പ്രോത്സാഹിപ്പിക്കാൻ? വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭകം ആരംഭിച്ച മന്ത്രാലയമാണ് ഏത്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. എന്തിനു വേണ്ടിയിട്ട്? വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട്. അത് നമ്മൾ ഓർത്ത് വെക്കുക. സ്വാവലംബിനി സംരംഭം. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൻ്റെ ആതിഥ്യം വഹിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ എന്താണ്? 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ. റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിനായുള്ള കേരളത്തിലെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കൊല്ലത്താണ്. എന്താണ്? റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുന്നതിനായിട്ടുള്ള കേരളത്തിലെ പദ്ധതിയാണ് വി പാർക്ക്. കേരളത്തിൽ ആദ്യമായി വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി ചുമതലയേറ്റതാരാണ്? ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടർ ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി ചുമതലയേറ്റതാരാണ്? M. ഗണേഷ് പിള്ളയാണ് ISROയിലെ സയൻറ്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ ഡയറക്ടറുമായി ചുമതലയേറ്റ ആളാണ് ആര്? M. ഗണേഷ് പിള്ള. 2025 മാർച്ചിൽ സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ എന്താണ്? സംസ്ഥാന ജലവിവര കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണേത്? ഒഡീഷ. വന്യജീവിക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? ജുനഗഡിലാണ്. വന്യജീവിക്കായുള്ള ദേശീയ റഫറൽ കേന്ദ്രത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് ജുനഗഡിലാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി ഏതാണ്? റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരളത്തിലാണ് ഈ 2025 കൂടുതലായി റാഗിങ് പരാതികൾ നമ്മൾ നോട്ടീസ് ചെയ്തത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ പറ്റും. റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ കേന്ദ്ര ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 2024-25 സന്ദർശക സമ്മേളനം വിസിറ്റേഴ്സ് കോൺഫറൻസ് എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലാണ്. 2024-25 സന്ദർശക സമ്മേളനം സംഘടിപ്പിച്ചത് വിസിറ്റേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം. ഇന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ വനിതകൾക്കും വനിതാ ദിന ആശംസകൾ. എന്നാണ് വനിതാ ദിനം? മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8 വനിതാ ദിനത്തിലെ പ്രമേയം എന്താണ്? ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ് റൈറ്റ് ഈക്വാലിറ്റി ആൻഡ് എംപവർമെൻറ്റ്. 2025 മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിലെ പ്രമേയമാണ് ഫോർ ഓൾ വുമൻസ് ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഈക്വാലിറ്റി എംപവർമെൻറ്റ്. 2025 ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായതാരാണ്? വിദ്യാ ബാലനാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായത് വിദ്യാ ബാലനാണ്. 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായതാരാണ്? അജിത് രത്നാകർ ജോഷിയാണ്.
അജിത് രത്നാകർ ജോഷിയാണ് 2025 മാർച്ചിൽ RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്ര മോദിയാണ്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദിയാണ്. 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. 2025 നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ള രാജ്യം അമേരിക്കയാണ്. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യം ഏതാണ്? പഞ്ചാണ്. 2025 മാർച്ചിൽ വിക്ഷേപിക്കുന്ന നാസയുടെ സൗരദൗത്യമാണ് പഞ്ച്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡാണ്. ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാരാണ്? അജാന്ത ശരത് കമലാണ്. അജാന്ത ശരത് കമലാണ് 2025 വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവാണ് ആര്? ജെയിംസ് ഹാരിസൺ. 2025 മാർച്ചിൽ അന്തരിച്ച ഓസ്ട്രേലിയൻ രക്തദാതാവാണ് ജെയിംസ് ഹാരിസൺ. ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായത് ആരാണ്? ദിൽജിത്ത് ദോസഞ്ച്. ദിൽജിത്ത് ദോസഞ്ചാണ് ലെവിയുടെ ആഗോള അംബാസിഡറായി നിയമിതനായത്. 2025 മാർച്ചിൽ MRFന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗില്ലാണ് MRFന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. 2025 മാർച്ചിൽ BCCIയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മനൻ കുമാർ മിശ്രയാണ്. മനൻ കുമാർ മിശ്രയാണ് BCCIയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. മനൻ കുമാർ മിശ്ര. മനൻ കുമാർ മിശ്ര. 2025 മാർച്ചിൽ ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് ആരാണ്? മായങ്ക് ശർമ്മയാണ്. ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറലായി ചുമതലയേറ്റത് മായങ്ക് ശർമ്മയാണ്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രധാന കറണ്ട് അഫേഴ്സ്. നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. എല്ലാ കറണ്ട് അഫേഴ്സും നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ കൺഫ്യൂഷനാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ എല്ലാ കറണ്ട് അഫേഴ്സും നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പം ഇതുവരെ പറഞ്ഞ കറണ്ട് അഫേഴ്സ് എല്ലാവരും ഒന്ന് ആദ്യം ക്ലാസ് കാണുക, പിന്നീട് ഒന്നും കൂടെ ക്ലാസ് കണ്ട് ഒന്നും കൂടെ ആൻസർ ഓർമ്മിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും ക്ലാസ് മുഴുവനായി കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. മെയിൻസ് എക്സാമിനും അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറും എക്സൈസ് ഓഫീസേഴ്സിനും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ ഉപകാരപ്രദമായ ക്ലാസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.